എൻ്റർടൈൻ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ട്? ലാലേട്ടൻ ഫാൻസ് ഇല്ലേ ഏരൂക്കാരെ? ഇത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാർമാർ ചോദിക്കും ഇവിടെ എത്ര പേര് ഹോംവർക്ക് ചെയ്തവരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൈപൊക്കുന്ന പോലെയുണ്ട്. എല്ലാവരും നല്ലൊരു എനർജറ്റിക് ആയിട്ട് പറഞ്ഞു ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ടെങ്കിൽ ആ ലാലേട്ടൻ ഫാൻസ് ഒന്ന് കൂവിക്കേ. ഇനി ഞാൻ പറഞ്ഞല്ലോ കൈയടിക്കണ്ട. ഇനി ഏതൊരു ഐറ്റം ഇവിടെ അവതരിപ്പിച്ചാലും കൂവിയാ മതി. ഓക്കെ? കാരണം കൂവല് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് കൂവലാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. പിന്നെ ഇത്രയും ഡാൻസ് കളിച്ച പിള്ളേർക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇടയ്ക്ക് എൻ്റെ ഡാൻസ് മാസ്റ്റർ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി, കൈയടിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ കൈയടിക്കാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൈയടി തരും. നിങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രസന്റഡ് ബൈ JB Liquor USA. അപ്പോൾ എന്തായാലും ഈ ഫൈനൽ ഒരു ആഘോഷമാക്കാൻ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏരൂരിലാണ്. ഏരൂരിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്താ? നമുക്കല്ല ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എന്താ? മോനെ എങ്ങോട്ടായി നടന്നു വന്ന് മുണ്ടെടുത്തുകൊണ്ട് മുണ്ട് മടക്കി കുത്തി നടക്കുകയാണ് അദ്ദേഹം. എൻ്റെ വലിയൊരു ആരാധകനാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. എന്തായാലും ഈ പരിപാടി ഒരു മനോഹരമാക്കുന്നതിന് വേണ്ടി ഒരു വൈൽഡ് കാർഡ് എൻട്രിയുടെ ആവശ്യമുണ്ട്, അല്ലേ? വൈൽഡ് കാർഡ് എൻട്രിയുടെ ആവശ്യമില്ല മോനെ. എന്താ മോനെ ചിരിക്കണേ? മോനെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു താരമാണ്. ഇദ്ദേഹത്തെ താരം എന്ന് വിളിക്കാൻ കഴിയില്ല. ഇദ്ദേഹം നമ്മളാൽ തെരഞ്ഞെടുത്ത ഒരു നേതാവാണ്. ഈ നേതാവ് വരികയാണ് ബിഗ് ബോസിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. എനിക്ക് കൈയ്യടി കിട്ടില്ല എന്ന് വെച്ചാൽ ഞാനൊന്നും പറയില്ല, പക്ഷെ അദ്ദേഹത്തിന് കൈയ്യടി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കും. അങ്ങനെയാണ് അദ്ദേഹം. എല്ലാവർക്കും വേണ്ടി നമസ്കാരമുണ്ട്. ഇന്ന് ഏരൂര് മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഉത്സവമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംസ്ഥാന സമ്മേളനമാണ്. ആ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ലൈറ്റ് പോരുന്നു. എന്ത്? ഇപ്പോഴാണോ കാണുന്നത്? ഐ ലവ് യു ആള് മാറിപ്പോയി. ആ ഈ ലവ്യൊക്കെ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയണം. കാരണം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങള് അല്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ വല്ല മരണ വീട്ടിലാണോ വന്നിരിക്കുന്നത്? ഇത്രയും ജനസമൂഹം കൊല്ലക്കാർക്ക് എനർജി ഇല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? നീ കുറെ നേരം അല്ലേ ഇവിടെ കിടന്നതിനെ കൊഞ്ഞനെ കുത്തി കാണിക്കണോ? നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നത് ഞാൻ കണ്ടു. ഞാനാരെന്നറിയോ നിനക്ക്? ഞാനാരെന്നറിയോ? ഇതാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് എപ്പോഴും പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വേണ്ടതാണ്. മുഖ്യമന്ത്രി ആരാണ് കുട്ടികളെ പഠിപ്പിക്കുക ആദ്യം, എന്നിട്ട് വേണം പറ പഠിപ്പിക്കേണ്ടത്. ഈ ശാന്തത വേണം. എന്നാലും ഞാൻ മാത്രം വന്നാൽ
ശരിയാവില്ലല്ലോ. മറ്റൊരാളും കൂടെ വന്നാലായിരിക്കും ഈ ജനം ഒന്നുളകുക എന്നുള്ളത് പകൽ പോലെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കുകയാണ്. मेरा प्यारा येरूर निवासियों, मेरा बेटा बेटिया, പുറകിലുള്ളവരെ, സൈഡിലുള്ളവരെ, ഫ്രണ്ടിലുള്ളവരെ, मेरा बेटा बेटी ചേച്ചി ചേച്ച, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതല്ലേ ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ, ഇദ്ദേഹത്തിനോട് ആദ്യം തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറയും. കുറെ നേരമായി മുഖ്യമന്ത്രി സംസാരിക്കാൻ നേരത്താണ് ഇതല്ലേ നാഷണൽ ഹൈവേ ആണോ? ഇത് നാഷണൽ ഹൈവേ ആണോന്നാണ് ചോദിച്ചത്. ചിരിക്കാനല്ല പറഞ്ഞത്, കടക്ക് പുറത്ത്. मेरा पिंजराई इन्हें പേടിപ്പിക്കല്ലേ पिंजराई. मैं पहली बार मामा ये रोड में आया है. निंगले എല്ലാവരുടെയും മുഖത്തെ खुशी देखने के लिए मैं आया है मेरा बेटा. എനിക്ക് ഇവരോട് ഭയങ്കര പഴക്കമാണ് മോദിജി. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു വന്നപ്പോൾ, മരണ വീട്ടിന്റെ മൂകതയാണെങ്കിൽ മോദിജി വന്നപ്പോൾ, സച്ചിൻ ടെണ്ടുൽക്കർ സിക്സ് അടിച്ചപ്പോൾ എന്താണ് സൗണ്ട്? ആ സൗണ്ടാണ് കേട്ടത്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് എല്ലാവരും നിയമസഭാ ഇലക്ഷനാണല്ലോ കടന്നു വരാൻ പോകുന്നത്. ആ റിസൾട്ട് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പറഞ്ഞോട്ടെ, ശരിക്കാനല്ല പറഞ്ഞത്, പറഞ്ഞോട്ടെ. LDF വീണ്ടും വരും, എല്ലാം ശരിയാവും. അതെങ്ങനെയാണോ? അത് വികസനത്തിന്റെ പാതയിലല്ലേ കേരളം മുന്നോട്ട് പോയിക്കൊണ്ട്. मेरा बेटा ഈ സമയമാണോ പ്രചാരണം? നമ്മളെല്ലാവരും ആഘോഷിക്കേണ്ട ഓരോ നിമിഷവും ആഘോഷിക്കേണ്ട. मेरा बेटा, तुम्हारा नाम क्या है? मेरा बेटा, तुम्हारा नाम क्या है? मेरा नाम जोई. मेरा नाम जोई है. जो क्या करता है इधर? ഒരു പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ക്യാ ഭായിന്ന്. ഇദ്ദേഹം ബംഗാളിൽ നിന്ന് വ്യക്തിയൊന്നുമല്ല, ഇത് കേന്ദ്രമന്ത്രിയാണെന്ന് അറിയാൻ പാടില്ല. बिल्डिंग का काम है. बिल्डिंग काम है मेरा बेटा. तुम्हारा बहुत बढ़िया काम है. और पाट है मेरा बेटा. करपाई. കറുപ്പായിന്നോ? നിങ്ങളുടെ പേര് കറുപ്പായി, പക്ഷെ ആ കറുപ്പ് എനിക്ക് ഇഷ്ടമല്ല. ആ കറുപ്പ് എന്നെ അപമാനിക്കുന്നതിന് വേണ്ടി പലരും ഉപയോഗിക്കുന്ന കളറാണ്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, ആ പാട്ട് പാടാൻ പോവുകയാണ്. അതെ ചേച്ചി, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ മര്യാദയ്ക്ക് കൈയടിക്കണം. അല്ലേ കേട്ടല്ലോ, റേഷൻ കാർഡിൽ പേര് പൊട്ടുന്നതാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ പാട്ടാണല്ലോ ഏറ്റവും ഇഷ്ടം. ഒരാള് ബസ്സിൽ കടന്ന് ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഒന്ന് പാടിത്തരാമോ ചേച്ചി? മണമുള്ള പൂന്നുള്ളി മുടി ചൂടി മണിക്കുട്ടി, ഇതെങ്ങോട്ടാ ഈ കയറി പോകുന്നു? मेरा बेटा നമുക്ക് പാട്ട് പാടാമല്ലേ मेरा बेटा. बेटी നല്ല സ്മൈൽ. तुम्हारा नाम क्या है मेरा बेटी? रंजू. रंजू के लिए एक गाना है, पिटराई सॉन्ग डालो बेटा. ഏകാന്തതയുടെ ആപാരതീരം. എന്തൊരു നിശബ്ദതയാണത്. ആരാണ് കയ്യടിക്കാതിരിക്കുന്നത്? എല്ലാവരും സന്തോഷിക്കാനല്ലേ ഈ പരിപാടി കാണാൻ വന്നത്. എങ്കിൽ കയ്യടിക്കുവിൻ. കയ്യടിച്ചാൽ നിങ്ങളുടെ സൗന്ദര്യം കൂടുന്നതാണ്. 10 മണി ആടെ, 10 മണി. അടിപൊളി. പുതിയ തലമുറയുടെ നെറൂട്ടോയിലാണ് അരക്കിലിപ്പോൾ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പൊ അരക്കിലേക്ക് വന്നാൽ അരക്കിലവരുടെ ഡയലോഗ് ശബ്ദം കേട്ടോ.
ആട് ആടിക്കും അല്ലെ? അപ്പൊ അറക്കലൊക്കെ ഇങ്ങനെയാണ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴുക്കുന്നതിന്റെ കയറപ്പോ കാട്ടാ ചോരയാണ് അത്രയ്ക്കൊന്നും വരുന്നത് കിട്ടിയതാണ്. ഷാജിട ഈ ആട്ടുകടത്തുണ്ടോ? ആട്ടുകടത്തുന്ന മദ്യത്തിന് കൊണ്ടാടല്ല. ഷാജിട എനിക്ക് ചെയ്യാൻ പറ്റും നോക്കില്ല. ഷാജിട അർത്ഥത്തോടെ ശരിയാക്കുന്ന ചോര വേറെ ആളാർത്തോളം ഷാജിട എല്ലാവർക്കും നന്ദി നമസ്കാരമുണ്ട്. ഏതായാലും നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദി നമസ്കാരം. താങ്ക് യു. ഞാൻ സജിക്കുമാർ. ഇതാണ് നമ്മുടെ സൈനികർക്ക്. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹമാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ മസിനെ കുറിച്ച് സംസാരിക്കുന്നത്. രഞ്ജി പണിക്കരാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പട്ടിന്നോ പൂച്ചെന്നോ ഇതൊരു മൺപാത്രത്തിൽ വീടുന്ന അതെന്റെ മകന്റെ തലയിൽ വെക്കാം. നിങ്ങൾ ഈ കടാക്കടിയുന്ന അനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ കുറെ എന്താ പറയാ പുതുമ താരങ്ങളെയും ഒക്കെ അന്വേഷിച്ചില്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ അഖിൽമാരാണ് എങ്ങനെ സംസാരിക്കണം പറയും. ഭയങ്കര സ്ക്രാച്ച്. എന്റെ വീട്ടിലൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു. ഇങ്ങനെയാണ് അഖിൽമാരാണ് സംഭവം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും സ്നേഹിക്കുക ഒരുപോലെ ബഹുമാനിക്കുക ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഭാര്യയെ പോലെ ഞാൻ ഒരു പണിയെടുക്കാൻ പോലും സമ്മതിക്കാറുണ്ട്. കാരണം ഏറ്റവും നല്ല രീതിയിൽ അവളെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്തായാലും മഹേഷ് കുഞ്ഞുങ്ങൾ ഒരുപാട് പുതുമ താരങ്ങളെയൊക്കെ അവതരിപ്പിച്ചു. എന്തായാലും ഒരു പഴമയുള്ള താരം അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കുള്ള എല്ലാവർക്കും ചേട്ടന്മാർക്ക് അപ്പൂപ്പന്മാർക്കും അമ്മച്ചിമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ശബ്ദം PG രവി ചേട്ടന്റെ ഫോട്ടോ ഉണ്ടാവും. ഇതെന്തിനാ അറിയോ? കുട്ടികൾക്ക് അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ചേട്ടന്മാര്, ചേച്ചിമാര്, അമ്മമാരാണ്. അറിയാമോ? എവിടെയൊക്കെ കണ്ടാലും പരിചയമുണ്ടല്ലേ? ഓക്കെ. ഇതേതൊരു ശബ്ദം എടുക്കാന്ന് പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള ഒരു കാര്യം. ഈ കാന്താരേനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ്. കാറ് വാങ്ങാനുള്ള ആൾ ഇനി ജയിച്ചാവട്ടെ. ഇങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു സമയം പറയാം. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമ്പോ അവര് പറയും അവിടെ എന്നിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടും വെച്ച് കാര്യം എന്തൊരു കഷ്ടപ്പാടല്ലേ. താങ്ക് യു സോ മച്ച്. ഇപ്പോഴത്തെ തലമുറ എന്താ പറയാ റാപ്പ് സംഗീതത്തിന്റെ പുറകെയാണ്. റാപ്പർമാരെ എത്ര റാപ്പർമാരായ പിന്നെ വേറെ പറഞ്ഞു. പിന്നെ തീരുമാനം അല്ലേ? അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ വേടന്റെ ആരാധന എത്ര പേരുടെ കൈ നോക്കണ്ട. എനിക്ക് കൂലി കേട്ടാ മതി. അപ്പൊ വേടന്റെ ആരാധകരാണ് മൊത്തം. അപ്പൊ വേടന്റെ പാട്ട് ഒന്ന് അനുകരിച്ച് ശ്രമിക്കുകയാണ് പാടാൻ വേണ്ടിയിട്ട്. കൂട്ടിയിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള നമ്മുടെ കൊല്ലത്ത് അഞ്ചലില് ഏരൂരിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ രേണുസുതിയോട് പറഞ്ഞ ഡയലോഗ് ഒന്ന് ഈ ജനക്കൂട്ടം മൊത്തം ഒന്ന് ഉറക്കെ പറയാമോ? ഈ ജനക്കൂട്ടം ഞാൻ രേണുസുതിയോട് പറഞ്ഞ ആ ഡയലോഗ് ഉറക്കെ ഒന്ന് പറയാമോ? കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇതെന്റെ സ്ട്രാറ്റജി ആയിരുന്നു, എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ജാൻമണി ഇവിടെ വന്നിട്ടുണ്ട്. ജാൻമണിയെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ്.
എന്താ ജാൻമണി, ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? ഈ പാട്ടിൽ നിന്ന് പോരാ. എന്തായാലും ഈ ജാൻമണിയുടെ പാട്ട് കാരണം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനീഷിനും എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ ബിഗ് ബോസ് ഇവിടെ അവസാനിക്കുന്ന. അടുത്ത സീസൺ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് നിങ്ങൾ കണ്ട ഇനി ഒരു അടുത്ത ആളാണ് വരാൻ പോകുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആരാണ്? എന്നാണ് ചേട്ടാ പറയാം? വിനീതേട്ടനാണോ? വിനീതേട്ടനല്ലേ? വിനീത് ശ്രീനിവാസനല്ലേ എന്നെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നിയല്ല അല്ലേ? ആണ് വിനീത് ശ്രീനിവാസൻ തന്നെയാണ്. അപ്പൊ വിനീത് ശ്രീനിവാസൻ ഇതുപോലെ സംസാരിക്കാറില്ല. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനയമാണ്. വിനയം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് വീഴും. വിനീത് ശ്രീനിവാസൻ വന്നിരിക്കുന്നു. വിനീത് ശ്രീനിവാസൻ, എല്ലാവർക്കും നമസ്കാരം. ഹായ്. എനിക്കറിയായിരുന്നു എൻ്റെ ആരാധകർ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന്. എന്തൊക്കെയുണ്ട്, സുഖമാണോ? എത്ര നാളായി നിങ്ങളെല്ലാവരും കണ്ടിട്ട്. നിങ്ങൾ ബിരിയാണി കഴിച്ചോ? ബിരിയാണി കിട്ടിയോ നിനക്ക്? അല്ല, എനിക്കിവിടെ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. ബിരിയാണി നിനക്ക് തന്നില്ല ഇപ്പൊ? അതെന്ത് പരിപാടി കാണിച്ചാൽ എനിക്ക് ബിരിയാണി കിട്ടാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നല്ലേ? എനിക്ക് ബിരിയാണി ഇവിടെ ഉണ്ടോ മോനെ? ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി പ്ലീസ്. ചേട്ടാ ഞാൻ പാട്ട് പാടാം, ചേട്ടന് വേണ്ടി പാട്ട് പാടാം. ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരും. ഞാൻ ചേട്ടന് കാലിൽ പിടിക്കാം ചേട്ടാ. പ്ലീസ് ചേട്ടാ ഒന്ന് കൈയടിക്കുവാണെങ്കിൽ ആ ചേട്ടൻ കയറി വരും. പ്ലീസ് ചേട്ടാ ഒന്ന് കയറി വരട്ടെ. എന്റെ റിക്വസ്റ്റ് ആണ് ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഇതെന്താ ചേട്ടാ ആരും വരുന്നത്? ആരാ വരുന്നേ? ചേട്ടാ പ്ലീസ് ചേട്ടാ ഒരു തവണ പ്ലീസ് പ്ലീസ്. ഞാൻ ഇത്രയും കേണ അപേക്ഷിക്കുകയല്ലേ ഞാൻ വരുന്നത്. ഞാൻ ചേട്ടനെ കൈ പിടിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ. ആരാ വരുന്നേ? ചേട്ടൻ എന്നാ മതി. ഓക്കെ, നമ്മുടെ സ്വന്തം ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും സംഘം വിരിച്ച് ലാലേട്ടനല്ല ചേട്ടൻ വരുന്നത്. ഷൈജു ചേട്ടനാണ് നെഞ്ചു വിരിച്ച് വന്നിരിക്കുന്നത്. എന്താ അനമ്പാക്കാൻ ഒരു പരിപാടി ഉച്ചം ഇങ്ങോട്ട് നീരക്കരുതോ. ഒന്നാമത് അദ്ദേഹം ഭയങ്കര നാണക്കാരനാണ്. ചേട്ടന് പഴയ കാലമൊക്കെ ഓർമ്മ വരാറുണ്ടോ? പഴയ പ്രണയ കാലമൊക്കെ ഒരുപാടുണ്ട്. ഏറ്റവും പഴയ കാലം 98 മുതൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു വ്യക്തിയാണല്ലേ. സത്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂല് ലാലേട്ടന്റെ ജീവിതത്തിൽ എത്ര പെൺകുട്ടികൾ കടന്നു പോകുന്ന കണക്കില്ലെന്ന് പറയുന്നതാണ്. അതുപോലെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടനെ ഒന്നും ചെയ്യേണ്ടത് ഒരു ഒറ്റ ഡയലോഗ്. ചേട്ടന്റെ വൈഫിന്റെ പേരെന്താ? ഓക്കെ. അപ്പൊ രാഗി ചേച്ചിയോടെ ചേട്ടൻ രാഗി ചേച്ചി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ രാഗി ചേച്ചിയോട് ചേട്ടൻ പറയാ, രാഗി അല്ല ഇങ്ങനെ പറഞ്ഞാൽ രാഗി ചേച്ചി ഓടിപ്പോവും. ഇച്ചിരി റൊമാൻറ്റിക്കായിട്ട് പറ. റൊമാൻറ്റിക്കായിട്ട് രാഗി എന്റെ മോനെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണോട്ടോ മഹേഷ് കുഞ്ഞിന് വേണ്ടിയിട്ട്. ഓക്കെ, മോന്റെ പേരെന്താ? ഇത്രയും നേരം നീ എവിടെയായിരുന്നോ? മോൻ അങ്ങോട്ട് സൈഡിൽ നിന്ന് മാറിക്ക്. ഇതിപ്പോ ഷൈജു ചേട്ടന്റെ ടൈമാണ്. ഓക്കെ, രാഖി നീ മുടി കെട്ടിയിടാണ്ട്. നീ മുടി കെട്ടിയായിരുന്നു. സത്യം പറഞ്ഞ ഷൈൻ റോജാക്ക് വിനീത് ശ്രീനിവാസന് വേണ്ടി വരേണ്ടത് അല്ലേ? അല്ലേ? വിനീത് ചേട്ടനായിട്ട് മാറട്ടെ. ഈ എപ്പിസോഡ് തീർക്കണ്ടേ എനിക്ക്? ഓക്കെ ഷൈജോടാ ചെറിയൊരു ബ്രേക്ക് വന്നു, അത് ക്ഷമിക്കാമോ? ഓക്കെ അപ്പൊ ഞാൻ പറയാം. രാഖി നീ മുടി കെട്ടിയിടാണ്ട്. ഇങ്ങനെയല്ല, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. അഴിച്ചിട്ട് നോക്കാം.
നീ മുടി കെട്ടിയിട്ട് അടിപൊളിയാ. നീ മുടി കെട്ടിയിട്ട് അടിപൊളിയാ. എന്തായാലും ഈ പ്രപ്പോസല് രാഗി ചേച്ചി വീഴും എന്നുള്ള കാര്യത്തില് 100% ഉറപ്പാ. നാളെ ഇവിടെ ഇരിപ്പുണ്ട്, കൈവെക്കാൻ പറ. ഓക്കെ. എന്തായാലും ഷൈച്ചേട്ടൻ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഷൈച്ചേട്ടന് വേണ്ടി, ഷൈച്ചേട്ടന്റെ പ്രണയങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ഇപ്പൊ എനിക്ക് നല്ല ചിരികളൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് നല്ലൊരു കൈയടികൾ വേണം ഈ പാട്ട് മുഴുവനും. ഓക്കെ, എല്ലാവരും കൈയടിച്ചുകൊണ്ടേ ഇരിക്കണം പ്ലീസ്. പ്ലീസ്. വളർന്നു വരുന്ന എനർജിയുടെ കേന്ദ്രങ്ങളാണ് ഇവരൊക്കെ, അല്ലേ? നല്ലൊരു കൈ കൊടുക്കാം. പ്രത്യേകിച്ച് അർജുന് നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. അർജുന് നല്ല കൈ കൊടുത്തേ. കൈ കൊടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഈ പ്രായത്തില് ചേട്ടൻ ഇങ്ങ് വന്നേ, ചേട്ടൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ഗ്രൗണ്ട് മൊത്തം കറക്കി ഈ സ്റ്റേജിന്റെ ബാക്കിൽ കൊണ്ടെത്തിച്ചത് നമ്മുടെ അർജുനാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഉത്സവ കമ്മിറ്റിക്കാരന്റെ എല്ലാ വൈഭവങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ നല്ലൊരു ഗൈഡ് കൊടുക്കണം. നല്ലൊരു ഗൈഡ്. താങ്ക് യു അർജുൻ. ഓക്കെ, ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നത് ഒരു പുതുമുഖ താരമാണ്. ഈ പുതുമുഖ താരം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇദ്ദേഹത്തെ. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടിക്ക് ക്രഷാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയാണല്ലേ തൊട്ടടുത്തത്. അമ്മയൊന്ന് ഞെട്ടി. ആരുടെ കാര്യമായിരിക്കുമ്പോ ഞാൻ നസ്ലിന്റെ കാര്യം പറഞ്ഞത്. നസ്ലിനെ അറിയോ? നസ്ലിന്റെ ഫോട്ടോ ഒന്ന് ഇട്ടേട്ടാ പുറകില്. നസ്ലിനെ അറിയാവുന്നവരൊന്ന് കൈയടിച്ചേ. പുറകിലുള്ള ചേട്ടന്മാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാം. നിനക്കറിയോ? നീ നസ്ലിന്റെ ഏതൊക്കെ സിനിമ കണ്ടുണ്ട്? 5 വരെ അവൻ നസ്ലിന്റെ സിനിമകൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നസ്ലി, ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കോട്ടോ. നിന്റെ പേരെന്താ? ആദിത്യൻ. അപ്പൊ ഞാൻ നസ്ലിൻ സംസാരിക്കണം എന്നല്ലേ? അപ്പൊ നിന്റെ പേരെന്താ? നീരവ്. അപ്പൊ നീരവ് ഇവിടെ നിൽക്കട്ടോ. അപ്പൊ നസ്ലിൻ ഇങ്ങനെ നമ്മുടെ ഏരൂരിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ. നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നീരവിനെ കണ്ടാൽ എങ്ങനെയായിരിക്കും നസ്ലിൻ സംസാരിക്കാന്ന് നമുക്ക് നോക്കിയാലോ? ഇത് സ്ക്രിപ്റ്റോടൊന്നും അല്ല, എനിക്കിപ്പോ തോന്നുന്ന ഡയലോഗുകളൊക്കെയും പറയാം. അല്ലേ കുട്ടി? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ദേ വരുന്നു. ആരാ? വിനീത് ശ്രീനിവാസൻ അങ്ങ് എടുത്ത് കള. കുറെ നേരം അയാളെന്റെ മേലിൽ ബാധ കൂടിയ പോലെ ഇങ്ങനെ കയറി കൂടിയിട്ട് അല്ലേ? അപ്പൊ നമ്മുടെ നസ്ലിൻ, അത് ഈ ചേട്ടൻ നസ്ലിൻ. എല്ലാവർക്കും നമസ്കാരം. എടാ, നീ എന്റെ വലിയൊരു ആരാധകനല്ലേ? നീ എന്താ കൂടെ? ഞാൻ കുറെ നേരം വിളിച്ചായിരുന്നു, നിന്നെ കിട്ടിയില്ലോ. നീ എന്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? ഇത്രയും നാളുള്ള ഒരു ആരാധകന് ഞാൻ കണ്ട. അയ്യോ ചേട്ടാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേട്ടനെ. ചേട്ടന്റെ പേരെന്താണ്? ഉദയകുമാർ അല്ലേ? ഉദയകുമാർ ഏട്ടാ, എനിക്കില്ലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരൂ. എന്താ പറഞ്ഞേ? ഇതിലെ നേരെ ബാക്കിലോട്ട് പോയാൽ മതി. അത് മതിയോ? ഓക്കെ, അത് കൊള്ളാലോ. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട്? എന്റെ ലോകം കണ്ടിരുന്നു ബ്രോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചേച്ചി, ആ നീലിയുടെ കടിയിട്ടാണ് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയോ? എന്റെ പൊന്നു ചേച്ചി, ഒന്ന് നോക്കി ചേച്ചി. തൊട്ടടുത്ത് ചേച്ചി മൈൻഡ് ചെയ്യണല്ല. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് എന്തൊരു അപമാനമാണല്ലേ? ചേച്ചി, എന്റെ തണ്ണീർ മൊത്തത്തിലുള്ള ഒരു ഡയലോഗ് ചേച്ചിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തോട്ടെ. പൊന്നു ചേച്ചി, ഒരു ഡയലോഗ് ഇത്രയും ആളുകൾ കൂടെ നിൽക്കുമ്പോ ഒരു കൈയടി കിട്ടാൻ വേണ്ടിയുള്ള നസ്ലിന്റെ രോദനമാണിത്. നാട്ടിന് മൊത്തം നിങ്ങളുടെ ഡയലോഗ്. അന്ന് ഞാൻ ഇത്രയും വലിയ പുള്ളിയൊന്നും അല്ല കേട്ടാ. അന്ന് വലിയ പുള്ളിയല്ലായിരുന്നു, ചെറിയൊരു പയ്യനായിരുന്നു. ആ പയ്യൻ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പണ്ടാരാണവൻ, ഒരുമാതിരി ചാടേൻ, ചെന്ന വഴിക്കൊരു 5 ഡയലോഗും. എനിക്കാണെങ്കിൽ അത് പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി.
എടാ ഇത് മറ്റുള്ളവരോടൊന്നും പറയാൻ നിൽക്കണ്ടാ, എനിക്ക് ഞാൻ പർസ് മേടിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും അയ്യോ ഇതൊന്ന് കയറോ എന്റെ പൊന്നു. എന്തായാലും താങ്ക് യു നസ്ലിനാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വിജയ് സേതുപതി വന്നിട്ടുണ്ട് ഇവിടെ. വിജയ് സേതുപതിനെ വിളിക്കട്ടെ, നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതി വരികയാണ്. വിജയ് സേതുപതി என்னடா சொல்ற? நீ எங்க இருந்து வரடா? அவங்க சொல்றாங்க தமிழ் தெரியத்தில்ல அழியான்னு. உன்னோட பெங்களை நான் கல்யாணம் கழிச்சுட்டோம். இல்லைல்ல சோரி அலியா, இட்ஸ் ஓகே அலியா. எல்லாருக்கும் வணக்கம். ஹாய் எரூர், எப்படி இருக்கீங்க எல்லாரும்? ஹாப்பியா இருக்கீங்களா? நல்லா இருக்கீங்களா? எல்லாரும் நல்ல செம்மையா இருக்கீங்களே. உங்களை பார்க்கும் போது எனக்கு ரொம்ப சந்தோஷமா இருக்குண்ணா, ரொம்ப சந்தோஷமா இருக்கு எனக்கு. சார் சார் உங்க பார்க்கல சார், ஒன்று எழுந்துட்டு இருக்க முடியுமா சார்? நீங்க யாரு சார்? சார் ஒன்று எழுந்துட்டு இருக்க முடியுமா சார்? ஐபி சசி சார் மாதிரி இருக்கு சார். உங்களோட கேப் பார்த்தா ஐபி சசி மாதிரி இருக்கு சார். சார் உங்களோட பேரு சார்? சார் உட்காருங்க சார், உட்காருங்க சார், உட்காருங்க. ஐயோ என்ன சார் இது? சார் உங்களோட பேர் என்ன சார்? பாஸ்கர். அப்பா அது சார் ஒரு கதை சொல்லுமா சார்? உங்களுக்காக ஒரு கதை, நல்ல கதை, ஒரு தமிழ் கதை. ஆனா உங்களுக்கு தெரியாது, எனக்கு தெரியும் சார். நான் ஒரு கதை சொல்ல உங்களுக்காக. உங்களோட பேர் ஒண்ணு கூட சொல்ல முடியுமா சார்? பாஸ்கருக்கு சாருக்காக நான் ஒரு கதை சொல்ல போறேன் சார். சார் நான் இங்க இருக்கேன் சார், எதுக்கு சார் அங்க பார்த்துட்டு இருக்கேன் சார்? உங்களுக்கு கண்ணு தெரியாதா? பாஸ்கர் கேட்டாங்க ஒரு கதை. ஒரு நாள் ஒரு ஆளை கூடி துரத்த ஓட வழி இடம் இல்லாம மேல தாண்டி செருவுல பாஞ்சாக்கு ஒரு மரம் இருந்து இலை விட்டு கடைசி சீக்கிரம் கொடி பிடிச்சு தொங்க தோழி பாம்பு தெரியும். என்னடா இளம் வாக்குறது மேல பார்த்தா தேய்க்குழு இருந்தா அந்த தேய்க்குழு ஒரே ஒரு தொழில் தேய்ந்து விழுந்தா கீழே போல கிழந்தா மேல பார்த்துருக்காம நல்லா ஒரு கொலை புரிஞ்சிருக்கா? ஒண்ணுமே புரியாது, ஆனா சிரிச்சுட்டே இருக்காங்க. எல்லாருக்கும் நன்றி வணக்கம்னா. தேங்க்யூ ஆல், நன்றி ஆல், தேங்க்யூ so much, love you so much, thank you. ഓക്കെ, അപ്പോ ഇനി നമുക്കൊരു സിനിമ കാണാം. സിനിമ കാണാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഈ സ്കൂളില് ഇത്രയും പേർക്കാണ് സിനിമ കാണാൻ ഇഷ്ടം. ഈ സിനിമ ഭയങ്കര ബമ്പർ ഹിറ്റാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ സിനിമയിലാണ് എൻ്റെ ഫുൾ പ്രതീക്ഷ ഇരിക്കുന്നത്. കാരണം മിമിക്രിയിൽ നിന്നാണ് ഞാൻ ഡബ്ബിംഗ് ഫീൽഡിലേക്ക് വന്നത്. ഡബ്ബിംഗ് സിനിമ ഞാൻ ഒരു 55ഓളം സിനിമയിൽ ഞാൻ ഡബ് ചെയ്തു. ആക്സിന് ശേഷം ഒരു 15 സിനിമയിൽ ഞാൻ ഡബ് ചെയ്തു. ആക്സിന് ശേഷം ഫസ്റ്റ് ഡബ് ചെയ്തത് അന്വേഷിപ്പിങ് കണ്ടെത്തുന്ന സിനിമ, നമ്മുടെ ടോവിനോടെ സിനിമ നിങ്ങൾ കണ്ടോ? അതിലൊരു പ്യൂണുണ്ട്. ആ പ്യൂണിൻ്റെ ശബ്ദം കൊടുത്തത് ഞാനാണ്. പല്ല് ഊരി വെച്ചിട്ടാണ് ഡബ് ചെയ്തത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അപ്പോൾ നമുക്ക് ആ സിനിമ ഒന്ന് കണ്ടു നോക്കാം. അതാണ് സിനിമ കാണാൻ പോവാ. സിനിമ കാണാൻ പോവാ. ആ ചേട്ടനെ ഇപ്പം എത്രയും പെട്ടെന്ന് സിനിമ കാണണം. കാരണം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, സ്പാനിഷ് എല്ലാ ഭാഷക്കാരും അടങ്ങിയ ഒരു സിനിമ നമുക്ക് കാണാൻ റെഡിയാണോ? റെഡിയാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടൊന്ന് കൂവിക്കേ. ഓക്കെ, പ്ലീസ് സ്പോട്ട് പ്ലീസ് സ്പോട്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? 5, 4, 3, 2 1 അങ്ങനെ കുറെ കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇച്ചിരി ഓടിച്ചു വിടുക കേട്ടോ. സഞ്ജു സാംസൺ ശബ്ദമില്ലല്ലേ? സഞ്ജു സാംസൺ ശബ്ദമില്ല. അങ്ങനെ പല താരങ്ങൾക്ക് ഇവിടെ വരുന്നതിൽ ശബ്ദമില്ല. ഞാൻ ലൈവായിട്ട് നിന്നുകൊണ്ട് ഇവർക്കൊക്കെ ഡബ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. തുടക്കം തൊട്ട് വെച്ചോ. എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തേ. നമ്മുടെ ഏരുക്കാരെല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തേ. ചെന്നൈയുടെ മാച്ചത്തിൽ 24 വേണം, 20 റൺ വേണം. നമ്മുടെ സതീഷ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ജഡേജ സ്ട്രൈക്കിലുണ്ട്, ധോണി പേപ്പറിൽ നിൽക്കില്ല. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ പോകും. ഇത് ഡെയിലി ഞാൻ പറയുന്നേ.
എന്ത് തോന്നിയാസാണ് നീ കളിക്കുന്നത്? നിനക്ക് ബോധമില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ അച്ഛനോടല്ല ഈ കിടക്കുന്ന തൊണ്ടിയാ. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നീ ആൾക്കാരോട് ജീവിക്കുന്നത് നീ കാണണം. ഏതോർക്കും തപ്പേന്നവര് മിനിമം നോക്കി നാട്ടിൽ വന്നത്. പിന്നെ ആ ചാത്ത അവന്റെ ആക്രി കാറിന്റെ അവരെ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ മുന്നേന് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ട്. എല്ലാവരും സൈലന്റ് ആണ്. നിന്റെ അപ്പനെ എഴുതി വന്നിട്ട് കുറച്ച് അങ്ങനെയുള്ളൂ. നീ ഹോസ്പിറ്റലിൽ അത് പിടിക്കണം. നീ ആവശ്യം കാണിക്കണം. നിന്റെ അപ്പനും നാലും കാണാൻ അനുവദിക്കണം. ഒരു ക്രൈം ഷോന്ന് കിട്ടുന്നത് ഇവിടെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ്. ആ കഥയിലെ ലോജിക്കലി നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നോക്കി അവസാനിക്കേണ്ട ഒരു അഭിപ്രായം യഥാർത്ഥത്തിലുള്ള കുറ്റകൃത്യം. അതായത് അന്ന് പോലീസിന്റെ സമയത്ത് ഒരു ബന്ധുവിന്റെ ചികിത്സയിൽ പാർലമെന്റ് മറ്റുകൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് റിപ്പോർട്ട് അന്നൊരു കൂടെ ചെയ്യാൻ പറ്റില്ല. പിന്നെ കടയിൽ നാട്ടിലോട്ടടി ഇന്ന് നേരത്തെ പോൾ നാളെ ഡീലാക്കില്ല. അമ്മ ഗൺ എടുക്കാൻ പോകും. ഞാൻ തകവല്ല. ഞാൻ തള്ളില്ല. മോനെ രംഗച്ചോട്ട് കാണിച്ചു. അമ്മാണ് ദോഷി. ഓ പറയുന്ന ഇതൊക്കെ ശ്രദ്ധിക്കണം. മോനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആനന്ദ ഭക്താരാ പറയുന്നത് തനിക്കറിയാവുന്ന സ്വന്തം വീട്ടിൽ നൂലിന് പറ്റി വെള്ളി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പറയാൻ വേണ്ടിയിട്ടാണ് താൻ എന്നെ ചോദിച്ചത്. നാം മേടിക്കണ്ട. 500 വർക്കിംഗ് തന്നെയാണ് എൻ്റെ അപ്പൻ്റെ. എല്ലാവരും ഇപ്പോഴൊന്നും കൂലെന്ന് വിളിക്കുന്നത് എനിക്കൊന്നും മാനസിക പ്രശ്നങ്ങളല്ല. ലഹരി ചുറ്റിക്കൊണ്ട് തലക്കരിക്കുമ്പോൾ തലയൂട്ടി കൊള്ളുമ്പോൾ പക്ഷേ അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആകുമ്പോൾ ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നെയ്യാണ്. അവന്റെ കെട്ടിയോക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീയാണ് അവനെ അന്വേഷിക്കണം. അവനൊരു പേപ്പട്ടിയാണ്. പിടിച്ച തെരുവണ്ടി വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ തലി കൊല്ലും. അല്ലേ? കൃഷിയോട് അങ്ങനെ ഒരു സംസാരിക്കാൻ പാടില്ല. മുതലാളി ഇന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പഴവാക്കി ചെറുതിട്ട് ഞാൻ ചുവരിൽ കെട്ടി എന്റെ സ്വന്തം ചെറുതിൽ ആരുടെ നീളച്ചൊരു കുളിയും ഇട്ടു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ പിടിച്ചിടാനുള്ള ഒരു കേൾക്കില്ല. സോഷ്യൽ മീഡിയ കഥകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. അതിന്റെ അടിപൊളിയുമ്പോൾ ഈ യുവതലമുറ രക്ഷിക്കട്ടെ നമുക്ക് നിൽക്കണം. മനസ്സിലായ ഞാൻ നിന്റെ വാപ്പല്ല, അതല്ല. കണ്ടില്ലേ, ഞങ്ങളെ കണ്ണും തന്നെ ഉമ്മ മരിച്ചു ഞങ്ങളുടെ മക്കളെ ജീവിതം കൂട്ടി ചോറാക്കി കുഴിയിലിട്ട് കാലിൽ നീട്ടിയിരുന്നിട്ട് ഒരു സൂര്യ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ അല്പകാലം പോകുന്നത് പൂതി മനസ്സിൽ വെച്ചാൽ മതി. വീട്ടിൽ സ്വയമായി പണിക്ക് പോകണടാ. എന്ത് പണിയെടുക്കാൻ കണ്ണൂട്ടാ പോകണടാ. നല്ല നോവലെങ്ങനെ സമയത്ത് എടുക്കില്ല. പിന്നെ കാശിൽ തനിക്കാരോന്ന് എനിക്ക് നടത്തുന്നില്ല. കഴിവിനെ കളിച്ചിട്ട് പോണം. we were saying that man, I'm true. You're right out of press of drinking county. Can I tell you? I need to see bully your time. You tell me in the plans you got. I'm very good at hitting super. You tell them Turek Max are confident. You see that Turek Max are good. You play now. With me.
എവിടെ എല്ലാവർക്കും സൈലന്റ് ആയിട്ട് എങ്ങനെയാ? Oh, my trouble makes a problem with this guy. Who was me down in the song back and right over me? I've been suffering anything on the street back in some rubber sort of way. I don't TV. You have a problem with Thomas, as I do. Have you seen birds like in the rain? ഇത് കേട്ടത് ഇത് രണ്ടും കൊണ്ടിട എറിയുമ്പോൾ വീഴുന്ന നോക്കി കരുതിക്കണം. ആദ്യത്തെ കരുതുന്ന സ്വീകരിക്കും ഒക്കെ ബാക്കി പറയാം. കാലം എന്തൊരു രഹസ്യമാണല്ലേ. ദിവസത്തിന്റെ പ്രദേശപ്പെട്ട് മുങ്ങിത്താവുമ്പോ പങ്കിടങ്ങളിൽ തന്നെ നല്ലത്. നിനക്ക് 2 തവണ വിധി പഠനത്തിൽ കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭേദന ഉള്ളിലൊതുക്കി വിധി എന്ന കരീക്ഷയെ മാറ്റിവെച്ച് നിശബ്ദമായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവ വ്യക്തമായി വിളിച്ചു മതി ആരാ എന്താ എങ്ങനെ. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സാങ്കേതിക മനസ്സിന്റെ പക്ഷമാണ്. Better you try to change Mr. Senior. ടൈഗർ മുത്തുവേൽ പാട്ട് ഒരു പോലീസുകാരും പറഞ്ഞില്ല. നല്ല വേല പയ്യ പോലീസ് ഉയരോടെ വെച്ചു എന്നിട്ട് അവിടെ ലൂസ് പോലാന്ന് വെച്ചു. അതെ ഉയരെ കാപ്പത്തില്ല പോലെ കണ്ടില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. அதேபத்தி கூட உங்களுக்கு ஒரு நூற்று சொன்னா உன்னுடைய சாமி என் வீட்டுக்கு சொல்லிட்டு எப்படி எங்க போனா பிளான் பண்ணுவா. அதான் சார் சரி சார் வந்துக்கிறேன். நீ நல்லா நாளை கேட்டவங்க ஆனால் நல்லா காட்டிக்கணும். கெட்டது இல்லை சார். கெட்ட கேளு சார். நல்லா இருக்கும். சான்ஸ் உனக்கு நல்லா புதுசாக இருக்கு. நான் சொல்றேன் நீ கேளு. அது என்ன சார்? என்ன புடிச்சவங்க கோரி போயிருக்கா வெளியில. ஆமா வேதன் நான் சட்டத்தெல்லாம் வெளியில் சொல்ல முடியாது சார். I told you secrecy. I'm not my வெளியில் எனக்கு சக்சஸ் என்று நான் வெளியில் சொல்ல முடியாது. சொந்தமானே ஏன்னா நான் நேர்மையான பொம்மை. என் பையன் சத்தோருக்கான ரிவென்ஸ் சொல்லியிருக்கீங்களா? யார் சார் இந்த சத்தம்? வெறும் காப்பி சார். இன்னைக்கு இந்த கையில் இருக்கிற எல்லாம்